ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ മൈഫിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് മെറ്റൽ ഡിറ്റക്ടറുകളും അവയുടെ ഉപയോഗത്തെക്കുറിച്ചുമാണ്. ഇന്ന് ലോകത്ത് പലതരം കമ്പനികളുടെ 750 മുതൽ 10 ലക്ഷത്തിന് മുകളിൽ വരെയുള്ള മെറ്റൽ ഡിറ്റക്ടറുകൾ ലഭ്യമാണ്. ഇവ ഓരോന്നും ഓരോ ഉപയോഗവുമാണ്. സാധാരണ ഒട്ടുമിക്ക ആളുകൾക്കും ഡിറ്റക്ടറുകളെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ധാരണയില്ല. സാധാരണയായി ഇവയൊക്കെ മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറയുമെങ്കിൽ ഓരോ മെറ്റൽ ഡിറ്റക്ടറും ഓരോ ഉപയോഗമാണ്. ഇവയിൽ തന്നെ ലൊക്കേറ്റർ, പൾസ് ഡിറ്റക്ടർ, ഹോബി ഡിറ്റക്ടർ, പിൻ പോയിന്റർ, 2D 3D സ്കാനർ, വിൻഡോസ് സെൻസർ സ്കാനർ, ആൻഡ്രോയിഡ് സെൻസർ സ്കാനർ, ജംപ് സ്റ്റോൺ ഫൈൻഡർ ലൈവ് വീഡിയോ സ്കാനർ, ഇവയെല്ലാം തന്നെ സാധാരണയായി മെറ്റൽ ഡിറ്റക്ടറായി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇവ ഓരോന്നിൻ്റെയും ഉപയോഗങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പിന്നെ പണ്ടത്തെ നിധി പോലുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ 3D 2D സ്കാനർ പോലുള്ള മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും അവരുടെ ശരിക്കുള്ള ഉപയോഗത്തിലുള്ള ഡിറ്റക്ടറുകളല്ല വാങ്ങുന്നത്. അതിൽ കൂടുതൽ പേരും പരാജയപ്പെടുന്നു. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മെറ്റൽ ഡിറ്റക്ടറും നാച്ചുറൽ ഗോൾഡ് ഫൈൻഡർ അല്ല. നാച്ചുറൽ ഗോൾഡ് എന്ന് വെച്ചാൽ 24 കാരറ്റ് തങ്കം എന്ന് പറയും. നമ്മുടെ കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നാച്ചുറൽ ഗോൾഡ് മണ്ണായും കല്ലായും ഉണ്ട്. അവ കണ്ടുപിടിക്കുന്നതിന് പ്രൊഫഷണൽ കമ്പനികളുടെ നാച്ചുറൽ ഗോൾഡ് ഡിറ്റക്ടർ തന്നെ ഉപയോഗിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒട്ടുമിക്ക ആൾക്കാരും വിചാരിക്കുന്നത് എല്ലാ ഉപയോഗത്തിനും ഒരൊറ്റ ഡിറ്റക്ടർ മതി എന്നുള്ളത്. അതൊരു തെറ്റായ ധാരണയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോബി ഡിറ്റക്ടർ. നമ്മൾ സാധാരണ ബീച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ഡിറ്റക്ടർ നമ്മുടെ പുഴയിലോ തോട്ടിലോ സാധാരണ പറമ്പിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ബീച്ചിലുള്ളത് ഒരുപാട് ഈ ഇരുമ്പിൻ്റെ കണ്ടൻറ്റാണ്. അത് കമ്പനി അതിനനുസരിച്ചുള്ള ഡിറ്റക്ടറുകൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും പാട് ഉപയോഗിക്കുന്ന ഡിറ്റക്ടർ വേറെ കമ്പനി അതും ഇറക്കിയിട്ടുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഡിറ്റക്ടറുകൾ. സാധാരണ മെറ്റൽ ഡിറ്റക്ടർ ഗോൾഡ് ഫൈൻഡ് ചെയ്യുന്നത് അതിലടങ്ങിയിരിക്കുന്ന കോപ്പറിനെയാണ്, അല്ലാതെ ഗോൾഡിനെ അല്ല. ഉദാഹരണത്തിന് മാല, വള, കമ്മൽ, പാദസരം, മറ്റു മുതലായവ.
zoom ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്ത ഓരോ വീഡിയോസിലും പ്രത്യേകമായ ഓരോ ഡിറ്റക്ടർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നും അവയുടെ ഫീൽഡ് ടെസ്റ്റും അത് വെച്ച് എന്തൊക്കെ നമുക്ക് മെറ്റൽസ് കിട്ടുന്നതെന്നും ഓരോ വീഡിയോസിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനായി എൻ്റെ അടുത്ത വീഡിയോസ് കിട്ടുവാനായി ബെൽ ഐക്കൺ അമർത്തുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബായ്.